തൃപ്പൂണിത്തുറയിലെ UDF സ്ഥാനാർത്ഥി ദീപക് ജോയി ക്ഷേത്രത്തിലെത്തി തുലാഭാരം നടത്തി. പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര ക്ഷേത്രത്തിലെത്തിയാണ് ദീപക് ജോയി 84 കിലോ മറയൂർ ശർക്കര കൊണ്ട് തുലാഭാരം നടത്തിയത്. ശ്രീനാരായണീയ ഭക്തന്റെ വഴിപാടിന്റെ ഭാഗമായാണ് തുലാഭാരം നടത്തിയത് എന്ന് ദീപക് ജോയി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സൈഫുനീസ അലിയാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃപ്പൂണിത്തുറയിലെ UDF സ്ഥാനാർത്ഥി പള്ളുരുത്തി ഭവാനീശ്വര ക്ഷേത്രത്തിലെത്തി തുലാഭാരം നടത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു തുലാഭാരത്തിലേക്ക് എത്തിയത്? അമ്പലവുമായി ഇത് ചെറുപ്പം മുതലുള്ള ബന്ധമാണ്. അപ്പൂപ്പൻ ഇവിടെ അധ്യാപകനായിരുന്നു, അമ്മ NSSലെ അധ്യാപികയായിരുന്നു. തീർച്ചയായിട്ടും അമ്മ വീട് പള്ളുരുത്തിയാണ്. ഈ അമ്പലവുമായി ചെറുപ്പം മുതലേ ഇവിടെ വരുന്നതാണ്, ഇവിടെ തൊഴുന്നതാണ്. ഇപ്പോൾ ഭക്തൻ്റെ ഒരു നേർച്ചയുണ്ട്, അപ്പോൾ അങ്ങനെയാണ് അമ്പലത്തിൽ വന്നത്. ഇപ്പോൾ ദീർഘകാലം വന്നുകൊണ്ടിരുന്നതാണ് അമ്പലത്തിൽ. ചെറുപ്പം മുതലുള്ള ബന്ധമാണ്, അമ്മ വീടായതുകൊണ്ട് അപ്പൂപ്പനുമൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്തവണ തുലാഭാരം നടത്തിയിരിക്കുന്നത്? ശർക്കരയാണോ? ശർക്കര, മറയൂർ ശർക്കര. ഓക്കെ, എത്ര കിലോയാണ്? എനിക്ക് 83. അപ്പോൾ എന്തായാലും ശർക്കര ആയിട്ട് തുലാഭാരം നടത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ വിജയ പ്രതീക്ഷകൾ എത്രത്തോളമാണ്? തീർച്ചയായിട്ടും UDFന് വലിയ വിജയം നേടാൻ സാധിക്കും. UDF ഭരണത്തിലേക്ക് വരും. 100-ൽ പരം സീറ്റുകളിലൂടെ വിജയിച്ച് UDFന്റെ മുഖ്യമന്ത്രി ഉണ്ടാവും. ആ കൂട്ടത്തിൽ തൃപ്പൂണിത്തുറയും ഉണ്ടാകും. തീർച്ചയായും തൃപ്പൂണിത്തുറ ആദ്യം ഉണ്ടാവും. എറണാകുളം ജില്ലയിൽ നിന്ന് ആദ്യം വിജയിക്കുന്ന സീറ്റുകളിൽ ഒന്നായിരിക്കും തൃപ്പൂണിത്തുറ. എന്തായാലും എല്ലാവിധ വിജയാശംസകളും. ദീപക് ജോയി ഇപ്പോൾ ഇവിടെ പള്ളുരുത്തി ക്ഷേത്രത്തിലെത്തി തുലാഭാരം നടത്തിയിരിക്കുകയാണ്. 84 കിലോ മറയൂർ ശർക്കര കൊണ്ടാണ് തുലാഭാരം നടത്തിയിരിക്കുന്നത്. ക്യാമറാമാൻ വിഷ്ണു S. ആനന്ദിനൊപ്പം സൈഫുനിസ അലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.